ഹലോ അജ്മലാണ്. അപ്പോൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബഹ്റൈനിലാണ്. അപ്പോൾ ഈ ബഹ്റൈനിൽ റൂം റെൻറ്റുകളൊക്കെ എത്ര റേഞ്ച് വരെ വരും എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ബഹ്റൈനിലേക്ക് ജോലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിസിറ്റിനൊക്കെ വരുന്നവർക്ക് ഉപകാരപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ് സ്പേസിന് എത്ര ചാർജ് വരും എന്നുള്ള കാര്യം. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യം വരുന്ന ബെഡ് സ്പേസാണ്. അതായത് ഈ ഗൾഫിലേക്ക് കൂടുതൽ ആളുകൾ കയറി വരുന്നത് ജോലിക്കായിട്ടല്ല. ആദ്യമായിട്ടൊക്കെ ഗൾഫിലേക്ക് നമ്മൾ ജോലിക്ക് കയറി വരുമ്പോൾ നമ്മൾ റൂമായിരിക്കും പ്രതീക്ഷിക്കുക. അപ്പോൾ അങ്ങനെ റൂമൊന്നും പ്രതീക്ഷ വരുന്നത് ബെഡ് സ്പേസാണ് കേട്ടോ. അതിപ്പോൾ നമ്മളെ എമൗണ്ടിനനുസരിച്ച് വരും ബെഡ് സ്പേസ്. അല്ലാതെ ഒരു റൂമിൽ 2 പേര് താമസിക്കുന്നുണ്ടാവാം, 3 പേര് താമസിക്കുന്നുണ്ടാവാം, 4 പേര് താമസിക്കുന്നുണ്ടാവാം. പിന്നെ അതല്ലെങ്കിൽ ഡബിൾ ഡെക്ക് പോലത്തെ കട്ടിലുകൾ ഇട്ടിട്ട് അതിൽ 6ഉം 8ഉം പേരൊക്കെ താമസിക്കുന്ന റൂമുകളുണ്ടാവും. ഇപ്പോൾ 2 പേരൊക്കെ താമസിക്കുന്ന ഒരു റൂമിൻ്റെ റേറ്റാണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു 50 ദിനാർ തൊട്ട് അതിൻ്റെ മുകളിലേക്കാണ് വരിക. അതായത് റൂമിൻ്റെ ഭംഗിയും കാര്യങ്ങളും മറ്റേ സൗകര്യമൊക്കെ അനുസരിച്ച് റേറ്റ് കൂടിയിരിക്കും. ഇനിയിപ്പോൾ നമ്മളൊരു 3 പേരൊക്കെ താമസിക്കുന്ന റൂമിലാണ് താമസിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 35 ദിനാറൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. റൂമിൻ്റെയൊക്കെ ആ സൗകര്യമൊക്കെ അനുസരിച്ച് കയറി ഇറങ്ങിയിരിക്കും. എന്നിരുന്നാലും ഒരു 40-40 മുകളിലോട്ട് പോകില്ല. അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ഒരു റേഞ്ചിലുള്ള റൂമുകളൊക്കെ ആണെങ്കിൽ ഒരു 30-35 റേഞ്ചൊക്കെ അതിന് ചാർജ് വരും. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്നത് 4 പേരൊക്കെ താമസിക്കുന്ന റൂമിലാണ് ഏകദേശം ഒരു 25 ദിനാറൊക്കെ അതിന് റേറ്റ് വരും. ഇപ്പോൾ ഈ ദിനാറിൽ റേറ്റ് വരും പറയുമ്പോൾ അതിനെ ഒരു 225 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു ദിനാർ എന്ന് പറഞ്ഞാൽ ബഹ്റൈൻ ദിനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ 226 രൂപയൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഡബിൾ ഡെക്ക് ബെഡൊക്കെ ഇട്ടിട്ട് 8 പേരൊക്കെ താമസിക്കുമ്പോൾ അതിരുന്ന് കുറേയൊക്കെ റേറ്റ് കുറഞ്ഞു വരും. പക്ഷേ കൂടുതലും നമ്മൾ മലയാളീസൊക്കെ ഏകദേശം ഒരു 30-35 ദിനാറൊക്കെ വരുന്ന റൂമുകളിലാണ് ബെഡ് സ്പേസ് എടുത്തിട്ട് താമസിക്കാറ്. പിന്നെ ഈ ഡബിൾ ഡെക്ക് ബെഡൊക്കെ ആയിട്ട് ഈ 8 പേരൊക്കെ താമസിക്കുന്നത് കൂടുതലും ഈ പാകിസ്ഥാനികളും ബംഗാളികളൊക്കെയാണ്. നമ്മുടെ ആളുകൾ അങ്ങനെ പോയി താമസിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഏകദേശം നമ്മൾ എന്തൊക്കെയായാലും ഒരു 30-35 ദിനാറൊക്കെ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് റൂം എടുക്കലാണ് പതിവ്. പിന്നെ അത് സ്വന്തം കമ്പനി റൂം പ്രൊവൈഡ് ചെയ്യാത്ത ആളുകൾക്കാണ്ട്. ഇപ്പോൾ കമ്പനി റൂം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് അവർ തരുന്നതാണ്. അപ്പോൾ അത് അവരുടെ ഒരു കമ്പനിയുടെ ഒരു ലെവലൊക്കെ അനുസരിച്ചിരിക്കും റൂം വരിക. ചിലപ്പോൾ ചില കമ്പനികൾ 2 പേർക്ക് താമസിക്കാനായിട്ടൊരു റൂം കൊടുക്കും, ചിലപ്പോൾ 4 പേർക്കായിട്ട് കൊടുക്കും. ചിലപ്പോൾ ഈ ലേബർ ക്യാമ്പൊക്കെ പോലത്തെ സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ താമസിക്കുന്ന ആളുകളുടെയൊക്കെ എണ്ണം ഇത്തിരി കൂടുതലായിരിക്കും. കഴിവതും നമ്മൾ റൂം എടുക്കുമ്പോൾ നമ്മുടെ ആളുകളൊക്കെ തന്നെ ഉള്ള റൂമുകളൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. പാകിസ്ഥാനികളുണ്ടാവും, ബംഗാളികളുണ്ടാവും, പിന്നെ ആഫ്രിക്കൻസ് ഉണ്ടാവും. ഈ ആഫ്രിക്കൻസിൻ്റെയൊക്കെ റൂമിലൊന്നും നമ്മളൊരു അങ്ങനെ ആരെ കാണുന്നില്ല. എന്നാലും ഈ പാകിസ്ഥാനികളും ബംഗാളികളൊക്കെ റൂമുകളിലൊക്കെ അത്യാവശ്യം മലയാളികളൊക്കെ കാണാറുണ്ട്. ഇനി നമ്മുടെ ആളുകളുള്ള റൂം തന്നെ നോക്കിയെടുക്കണമെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും കൾച്ചറും രീതികളൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു റൂമിൽ നമ്മൾ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു റൂമിൽ തന്നെ 4 കട്ടിലുണ്ടാവും. ആ കട്ടിലിൻ്റെ അടിയിലായിരിക്കും നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനകത്ത് പെരുമാറുമ്പോഴുള്ള പരസ്പരം ചിലപ്പോൾ എന്താ പറയുക, അവർ ഓരോരുത്തരുടെ രീതികളൊക്കെ പരസ്പരം അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ മലയാളികൾ നമ്മുടെ നാട്ടിലൊക്കെ പെരുമാറുന്ന രീതികൾ നമ്മൾ ആ ജീവിച്ച ചുറ്റുപാടൊന്നും ആയിരിക്കില്ല വേറൊരു രാജ്യത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക്. അപ്പോൾ അവർക്ക് അവരുടെ രീതിയും നമ്മുടെ രീതിയും തമ്മിൽ ഒരുപക്ഷെ മാച്ചായില്ലെങ്കിൽ അതൊരു ക്ലാഷിനൊക്കെ മിക്കപ്പോഴും കാരണമാവാറുണ്ട്. നമ്മളിവിടെ ബെഡ് സ്പേസ് എടുക്കുമ്പോൾ പറയുന്ന വേറൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് പറയുമ്പോൾ ഇവർ ചിലപ്പോൾ പറയും റൂം റെൻറ്റ് ഇത്ര, അതിൻ്റെ പ്ലസ് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് വേറെ കൊടുക്കണമെന്ന് പറയും. അല്ലെങ്കിൽ ചില ആളുകൾ പറയും എല്ലാം കൂടി അടക്കം ഇത്രയാണ് വരുന്നതെന്ന് പറയും. ഈ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെയും വെള്ളത്തിൻ്റെയൊക്കെ ചാർജ് ഒരു ഇത്തിരി ജാസ്തിയായിട്ടാണ് വരുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ താമസിക്കുന്ന അക്കോമഡേഷൻ ആണെങ്കിൽ തന്നെ ഏകദേശം ഒരു 100 ദിനാറിനടുത്ത് കറണ്ട് ബില്ലൊക്കെ വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ കറണ്ട് ബില്ലും കൂടെ ഏകദേശം ഒരു 100 തികച്ചു വരുന്നില്ല, എന്നാലും ഏകദേശം അതിൻ്റെയൊക്കെ ഒരു അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അത്രയൊക്കെ ചാർജ് വരുന്നത് വേനൽക്കാലത്താണോ. കാരണം വേനൽക്കാലത്ത് ഇത്രയൊക്കെ ഹ്യൂമിഡിറ്റിയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് പറയുക, AC-യുടെയൊക്കെ ഉപയോഗം ഒരു ഇത്തിരി കൂടും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായാലും കറണ്ട് ആവശ്യം ഇത്തിരി കൂടുതലാണ്. ഇപ്പോൾ 100 ദിനാർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ മണി 25,000 രൂപയോളം വന്നു ഒരു മാസത്തെ കറണ്ട് ബില്ല് മാത്രമല്ല കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ കൂടെയുള്ള ചാർജ്. എന്നിരുന്നാലും ഒരു 35 ദിനാറൊക്കെ റൗണ്ട് ചെയ്തിട്ടൊരു ബെഡ് സ്പേസ് ഒക്കെ കിട്ടും, കറണ്ട് കാശൊക്കെ അടക്കം. നമ്മളൊക്കെ ഒരു ജീവിച്ചു വരുന്ന ആ ഒരു രീതിയിലുള്ള ബെഡ് സ്പേസിന് ഒരു 35 ദിനാറൊക്കെ മതിയാവും. 35 ദിനാർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7,000-7,500 രൂപയുടെ അടുത്ത് വരും. നമുക്കൊരു റൂം എടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചാർജ് വരും നോക്കാം. അപ്പോൾ അത് അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ
ചില ആളുകൾക്കൊക്കെ ഈ ബെഡ് സ്പേസിൽ താമസിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം 3 4 ആളുകളൊക്കെ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഇവരുടെ ഡ്യൂട്ടി ടൈമൊക്കെ പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും അടുത്ത ആൾക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ അടുത്ത ആൾ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഒച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കമൊന്നും ശരിയായിന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മൾ നല്ല നിലക്ക് ഉറങ്ങി കിടക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരാളൊക്കെ ജോലി കഴിഞ്ഞ് വന്ന് അയാളൊന്ന് ഉറങ്ങാനൊക്കെ ആയിട്ട് കുളിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഈ ബെഡ് സ്പേസ് എന്നുള്ളത് അങ്ങോട്ട് ദഹിച്ചെന്ന് വരില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വന്തമായിട്ടൊരു റൂം, ഒറ്റയ്ക്കൊരു റൂം എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ മിക്ക ആളുകളും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു റൂം 70 ദിനാർ മുതലൊക്കെ നമുക്ക് ബഹ്റൈനിൽ അവൈലബിൾ ആണല്ലോ. കുറഞ്ഞ റേറ്റിന് റൂം അവൈലബിൾ ആണെന്നുള്ള കാര്യത്തിനെ പറ്റി എനിക്ക് അത്ര ഇങ്ങോട്ട് ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഉള്ളേരിയകളിലേക്കൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാമെന്നുള്ളത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും. കൂടുതൽ ആളുകളും നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ബെഡ് സ്പേസ് അന്വേഷിക്കുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ ബസ്സിൽ കയറി വരാൻ പോവുകയൊക്കെ ചെയ്യണമല്ലോ. അതിന് ഏകദേശം ഒരു മാസത്തേക്ക് ബസ് ടിക്കറ്റ് 12 ദിനാർ വരും. ഈ 12 ദിനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്, ഒരു 2500-3000 ഇടയിലായിട്ട് ചാർജ് വരും. കൂടുതൽ ആളുകളും ജോലി സ്ഥലത്തിന് അടുത്ത് തന്നെ ബെഡ് സ്പേസ് എടുക്കാനായിട്ടാണ് ശ്രമിക്കുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളിൽ, ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്പ്ലിറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അതായത് രാവിലെ തുടങ്ങിയിട്ട് ഉച്ചവരെ ഡ്യൂട്ടി, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ ഒരു ഏകദേശം 2-2.5 മണിക്കൂർ ബ്രേക്ക്, അത് കഴിഞ്ഞ് വൈകുന്നേരം തൊട്ട് രാത്രി വരെ. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൂരെയാണ് റൂം കിട്ടുന്നതെങ്കിൽ ആ ബ്രേക്ക് എടുക്കാൻ അവർക്ക് പറ്റില്ല. കാരണം ഇറങ്ങിയിട്ട് റൂമിലെത്തുമ്പോൾ തന്നെ ഏകദേശം 1-1.5 മണിക്കൂറാകും. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാനും സമയം വേണം. അങ്ങനെ വരുമ്പോൾ ആ ഉച്ചകളത്തെ ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ബസ്സിന് 12 ദിനാർ കളയണം. അപ്പോൾ ബെഡ് സ്പേസുമ്പോൾ ലേശം ചാർജ് കുറഞ്ഞ് കിട്ടിയാൽ കൂടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. മാത്രമല്ല നമ്മുടെ സമയവും വെറുതെ പോകുന്ന അവസ്ഥയിലേക്ക് പോകും. നമ്മളപ്പോൾ പറഞ്ഞു വന്ന മാറ്ററിൽ നിന്ന് തന്നെ മാറിപ്പോയല്ലേ, റൂമിനെ പറ്റിയല്ല പറയുന്നത്. അതായത് 70 ദിനാർ മുതൽ 100 ദിനാർ വരെയാണ് ഈ റൂമുകൾക്കൊക്കെ റെൻറ്റ് വരുന്നത്. അത് നമ്മൾ റൂമിനകത്തുള്ള സൗകര്യവും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ റൂം എടുത്തിട്ട് അതിൽ ആളെ കയറ്റിയിട്ട് വാടക ഷെയർ ചെയ്യുന്ന കേസ്. അപ്പോൾ നമ്മൾ ഈ 70 ദിനാറിനൊക്കെ പോയി ഒരു റൂം എടുത്തിട്ട് അതിലേക്ക് 1-2 ആളെ കയറ്റി വാടക വാങ്ങിച്ച് ഷെയർ ചെയ്യാന്നുള്ള സംഭവം നടക്കില്ല. അപ്പോൾ ഒരാൾ താമസിക്കാൻ വേണ്ടി ഒരു റൂം എടുക്കുമ്പോഴാണ് ഈ 70-നും 80-നൊക്കെ അവർ തരുന്നത്. അപ്പോൾ ആൾ അതിനകത്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു മിനിമം ഒരു 100 ദിനാറൊക്കെ എന്തായാലും അതിന് ചോദിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ആൾ യൂസ് ചെയ്യുന്ന കറണ്ട്, വെള്ളം, വെള്ളത്തിനൊക്കെ ഇവിടെ നല്ല റേറ്റ് വരും കേട്ടോ. ഒരാളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ കുറഞ്ഞ റേറ്റിന് കിട്ടുള്ളൂ. 2 പേരൊക്കെ ആണെങ്കിൽ ഒരു 100 ദിനാർ എന്നുള്ള റേറ്റിലേക്കൊക്കെ അത് കയറിപ്പോകും. ഈ 100 ദിനാറിൻ്റെ മുകളിലേക്ക് പിന്നാരും റൂം മാത്രമായിട്ട് നോക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 130 ദിനാർ അല്ലെങ്കിൽ ഒരു 150 ദിനാർ വരെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡിയോ ഫ്ലാറ്റ് കിട്ടും. 150 ദിനാർ എന്ന് പറഞ്ഞാൽ 30,000 രൂപയുടെയൊക്കെ മുകളിലായിട്ടോ. ഈ ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല സ്റ്റുഡിയോ ഫ്ലാറ്റാണ് നല്ലത്. സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, അങ്ങനെ ഒരു ഹോള്, അങ്ങനെ ആ ഒരു സെറ്റപ്പില്ല. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഒരു 150 ദിനാറൊക്കെയാണ് അതിൻ്റെ നോർമൽ ചാർജ് വരുന്നത്. പിന്നെ ഈ ഫാമിലീനെയൊക്കെ കൊണ്ടുവരുന്ന മിക്ക ആളുകളുടെയിലും വണ്ടി ഉണ്ടാകും. വണ്ടി ഉണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഉള്ളേരിയയിലേക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞ് കിട്ടും. മാത്രമല്ല പിന്നെ നമുക്ക് കുറച്ചുകൂടെ ലെക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ അറബികളുടെ പേരിൽ കറണ്ട് കണക്ഷനുള്ള ഫ്ലാറ്റുകൾ കിട്ടും. അപ്പോൾ അതാകുമ്പോൾ കറണ്ട് കാശ് നല്ലോണം കുറയും. അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമൊക്കെ പോലെ തപ്പിത്തറിഞ്ഞ് വരുന്നതാണ്. അതിനിപ്പോൾ നമുക്ക് അങ്ങനെ ഗ്യാരണ്ടി ആയിട്ടൊന്നും പറയാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ സാധാ ടൈപ്പ് ഫ്ലാറ്റ്. അപ്പോൾ അതുപോലത്തെ ഒരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ അക്കോമഡേഷനിൽ 10 പേരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും 35 ദിനാർ വെച്ച് എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മളതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇപ്പോൾ റെൻറ്റ് ഏകദേശം 250 ദിനാർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഏകദേശം ഒരു 100 ദിനാറിൻ്റെ അടുത്ത് കറണ്ട് ബില്ല് വരും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ താമസിക്കാനുള്ള ജസ്റ്റ് 1-2 ദിവസത്തേക്കൊക്കെ റൂം എടുക്കില്ലേ, അപ്പോൾ അതിനെന്ത് റേറ്റ് വരും എന്നുള്ള കാര്യം അറിയാമോ? അത് വലിയ വലിയ ഹോട്ടലിൻ്റെ സംഭവമല്ല, പറഞ്ഞാൽ ചെറിയ ചെറിയ ലോഡ്ജ് പോലത്തെ റൂമുകളില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ 1-2 ദിവസത്തേക്കൊക്കെ താമസിക്കാൻ വേണ്ടിയൊക്കെ റൂം എടുക്കില്ല. അത് ഏറ്റവും കുറവ് വരുന്നത് 8 ദിനാറാണ്. അത് ഏകദേശം ഇന്ത്യൻ മണി പറയുമ്പോൾ 1600 രൂപ മുകളിൽ വരും. 8 ദിനാർ 10 ദിനാർ റേഞ്ചിലേക്ക് അതുപോലത്തെ റൂമുകളൊക്കെ ഓരോ ദിവസത്തേക്കായിട്ട് കിട്ടും. അതും നമ്മുടെ മനാമ സെൻറ്ററിൽ തന്നെ ഈ റേറ്റിന് തന്നെ കിട്ടുന്ന ഹോട്ടലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഫ്ലാറ്റ് ഒന്ന് കാണാൻ പോലും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ബെഡ് സ്പേസിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഞങ്ങളവിടെ ബെഡ് സ്പേസ് ആയിട്ടാണ് താമസിക്കുന്നത്. 10 പേരുണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ. അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഫ്ലാറ്റുകളൊക്കെ എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോകുന്ന ആ ഒരു രീതിയിൽ, അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. അതായത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഹോൾ ഉണ്ടാവും, ബെഡ്റൂമിനൊക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും, കിച്ചൺ ഉണ്ടാവും, പിന്നെ
ചെറിയ ബാൽക്കണി ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുള്ള ഒരു ഫ്ലാറ്റാണ് ഉണ്ടാവും. ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി, നമ്മുടെ നാട്ടിലില്ലാത്തൊരു ഐക്യം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഞങ്ങളുടെ ഫ്ലാറ്റിൽ 3 ബെഡ്റൂമാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഫ്ലാറ്റുകളൊക്കെ 3 ഫാമിലികൾ ചേർന്നെടുക്കും. എന്നിട്ട് ഓരോ ബെഡ്റൂം ഓരോരുത്തരും ഉപയോഗിക്കുക. എന്നിട്ട് ഹോള്, കിച്ചൺ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് തന്നെയായിരിക്കും ബാത്റൂം ഉള്ളത്. പറഞ്ഞാൽ ഒരു ബെഡ്റൂം ഒരു വീടായിട്ട് മാറും. ഇതുപോലത്തെ ഐക്യമൊന്നും നമ്മുടെ നാട്ടിലൊന്നും കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശമ്പളത്തിൽ നിന്നൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലതും മിച്ചം കിട്ടണമല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ഒരു 2 നില വീട് പണിതിട്ട് ഒരു ആൾ മുകളിലും ഒരാൾ താഴെയായിട്ട് ജീവിക്കുന്ന വളരെ ചുരുക്കമുള്ളൂ. അത് തന്നെ നമ്മുടെ നാട്ടിൽ അധികം അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആരും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഒരു വീടിനകത്ത് 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ അത് ഒരു 3 ഫാമിലിയൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് ഇവിടെ ജീവിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എൻ്റെ ഫ്ലാറ്റ് ഒന്ന് പോയി കാണാം കേട്ടോ.